നമസ്കാരം. എല്ലാവർക്കും വണിക ജ്യോതിഷത്തിൻ്റെ ഈ ആഴ്ചയിലെ വാരഫലത്തിലേക്ക് സ്വാഗതം. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങൾക്ക് പൊതുവായി ഈ ആഴ്ചയിൽ ഉണ്ടാകുന്ന ഫലസൂചനയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ജനന സമയത്തെ നക്ഷത്രപാദത്തിലെയും ഗ്രഹങ്ങളുടെ സ്ഥാനവ്യത്യാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഫലത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായെന്ന് വരാം. അശ്വതി നക്ഷത്രം കള്ളന്മാരാലോ ക്രിമിനലുകളാലോ ഉപദ്രവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കരുതിയിരിക്കണം. ചെറിയ രോഗങ്ങൾ സമാധാനം നശിപ്പിക്കാൻ ഇടവരുത്തും. ചിലവുകൾ അനിയന്ത്രിതമാകും. തിങ്കളാഴ്ച നല്ല ദിവസം. ഭരണി നക്ഷത്രം വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈമോശം സംഭവിക്കാനോ കാണാതാകാനോ സാധ്യതയുണ്ട്. അലച്ചിലും ബുദ്ധിമുട്ടുകളും കരുതിയിരിക്കണം. ചില ജോലികൾ ചെയ്തു തീർക്കാൻ തടസ്സം ഉണ്ടായേക്കാം. തിങ്കളാഴ്ച നല്ല ദിനം. കാർത്തിക നക്ഷത്രം ചെറിയ ചെറിയ രോഗങ്ങൾക്ക് സാധ്യത കാണുന്നു. കഠിനമായ ജോലികൾ ചെയ്യേണ്ടതായി വന്നേക്കാം. യാത്രകൾ കൊണ്ട് പ്രത്യേകിച്ച് ഗുണം ലഭിക്കണമെന്നില്ല. മനസ്സിന് സുഖം കുറയുന്ന ചില വാർത്തകൾ കേൾക്കാനിടവരും. ബുധനാഴ്ച ഗുണദിനം. രോഹിണി നക്ഷത്രം പൊതുവെ ഒരു സുഖക്കുറവ് അനുഭവപ്പെട്ടേക്കാം. സമയം തെറ്റി ഭക്ഷണം കഴിക്കുന്നത് ഉദരരോഗങ്ങൾക്ക് കാരണമായേക്കാം. പൊതുജനങ്ങൾക്കിടയിൽ മതിപ്പ് ഉളവാക്കും വിധം പ്രവർത്തിക്കും. ബുധനാഴ്ച ഗുണദിനം. മകീരം നക്ഷത്രം നിയമ നടപടികളെ ഭയക്കേണ്ടതായി വരും. വാക്കുകൾ ശ്രദ്ധേയമാകും. ആരോഗ്യം സ്ഥിതി മെച്ചപ്പെടും. പല പദ്ധതികളും പൂർത്തിയാക്കാൻ സമയമെടുക്കും. ശനിയാഴ്ച ഗുണദിനം. തിരുവാതിര നക്ഷത്രം ധനപരമായി മെച്ചം ഉണ്ടാകും. പുതിയ ജോലികൾ ഏറ്റെടുക്കേണ്ടതായി വരും. ബന്ധുജനങ്ങളെ കണ്ടുമുട്ടാൻ ഇടവരും. നീർവീഴ്ച പോലുള്ള രോഗങ്ങൾ അലട്ടിയേക്കാം. ശനിയാഴ്ച ഗുണദിനം. പുണർദം നക്ഷത്രം വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടതായ സന്ദർഭം വരും. ബന്ധുജനങ്ങളുമായി അകലം പാലിക്കുന്നത് മൂലം പല നഷ്ടങ്ങളും സംഭവിക്കാം. ഏതെങ്കിലും തരത്തിൽ ചതിയിൽപ്പെടാനുള്ള സാഹചര്യം കരുതിയിരിക്കണം. ശനിയാഴ്ച ഗുണദിനമായിരിക്കും. പൂയം നക്ഷത്രം സുഹൃത്തുക്കൾ ചമഞ്ഞ് എത്തപ്പെടുന്നവരാൽ ചതിക്കപ്പെടാതെ സൂക്ഷിക്കണം. ധനപരമായി കുറച്ച് ഗുണം വരുന്ന കാലമാണ്. വാരമധ്യത്തോടെ കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങൾ വന്നുപെടാം. പ്രതീക്ഷിക്കാതെ ചില യാത്രകൾ ചെയ്യാനിടവന്നേക്കും. തിങ്കളാഴ്ച ഗുണദിനം. ആയില്യം നക്ഷത്രം ഉറ്റവരോട് കടുത്ത ഭാഷയിൽ സംസാരിക്കാൻ ഇടവരും. അതുമൂലം കിട്ടേണ്ടിയിരുന്നതായ പല സുഖങ്ങളും നഷ്ടപ്പെട്ടേക്കാം. ചെയ്തു കഴിഞ്ഞ ചില പ്രവൃത്തികളിൽ അബദ്ധങ്ങൾ സംഭവിച്ചതായി ഭയപ്പെടാനിടവരും. യാത്രകൾ സുഖകരമാകണമെന്നില്ല. തിങ്കളാഴ്ച ഗുണദിനം. മകം നക്ഷത്രം കഠിനമായ യാത്രാക്ലേശം ഉണ്ടാകാനിടയുണ്ട്. അമിതമായ ധനച്ചിലവിന് കാരണമായേക്കാം. ചെറിയ ചെറിയ രോഗങ്ങൾ കരുതിയിരിക്കണം. അപരിചിതമായ സ്ഥലങ്ങളിൽ എത്തപ്പെടാനും ഭയമുളവാക്കുന്ന സംഭവങ്ങളെ അഭിമുഖീകരിക്കാനും സാധ്യത കാണുന്നു. ശത്രുക്കളെ കരുതിയിരിക്കണം. ബുധനാഴ്ച ഗുണദിനം. പൂരം നക്ഷത്രം സ്വീകരണങ്ങളോ ബഹുമാനങ്ങളോ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. ശാരീരികമോ മാനസികമോ ആയ അസുഖങ്ങൾ മൂലം മനസ്സ് കലുഷിതമാകും. കരുതി വച്ച നീക്കിയിരിപ്പുകളിൽ നിന്ന് പണമെടുത്ത് ചിലവഴിക്കേണ്ടതായി വന്നേക്കാം. ബുധനാഴ്ച ഗുണദിനം. ഉത്രം നക്ഷത്രം പ്രവൃത്തികളിൽ ഉദ്ദേശിച്ച ഫലം ഉണ്ടാകണമെന്നില്ല. മനസ്സിന് സന്തോഷം ലഭിക്കുന്ന സന്ദർഭങ്ങൾ പ്രതീക്ഷിക്കാം. വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ലഭിക്കാനിടവന്നേക്കാം. ബുധനാഴ്ച അത്ര ഗുണദിനമല്ല. അത്തം നക്ഷത്രം കുടുംബത്തിൽ പൊതുവെ സമാധാനമുള്ള കാലമാണ്. എങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളിൽ ഗുണാനുഭവം ഉണ്ടാകാനിടയില്ല. പൊതുവേദികളിൽ അഭിപ്രായം പറയാൻ നിൽക്കരുത്. ശനിയാഴ്ച ഗുണദിനം. ചിത്തിര നക്ഷത്രം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ആധ്യാത്മിക കാര്യങ്ങളിൽ കുറച്ച് താല്പര്യം വന്നു ചേരാം.
ചെയ്യുന്ന പ്രവൃത്തികളുടെ സതുദ്ദേശം മറ്റുള്ളവർക്ക് ബോധ്യപ്പെടാനിടയില്ല. ഗുണവസ്തുക്കൾ വീട്ടിൽ വന്നു ചേരാനിടയുണ്ട്. ബുധനാഴ്ച ഗുണദിനം. ചോതി നക്ഷത്രം. ശുഭകർമ്മങ്ങൾ അനുഷ്ഠിക്കാനിടവരും. ദൈവിക കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കാനും ഇടവന്നേക്കാം. ചികിത്സയിലിരിക്കുന്നവർക്ക് രോഗങ്ങളിൽ നിന്ന് മുക്തി പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സൗഖ്യം ഉണ്ടാകും. ബുധനാഴ്ച ഗുണദിനം. വിശാഖ നക്ഷത്രം. ദൈവവിശ്വാസം വർദ്ധിക്കാനിടവരും. നറുക്കെടുപ്പുകളിൽ വിജയം വന്നു ചേരാനിടയുണ്ട്. ദൈവാധീനം കൊണ്ട് ചില ആപത്തുകൾ ഒഴിഞ്ഞുപോകും. ബന്ധുജനങ്ങളുടെ കൂടിച്ചേരലിനും മറ്റും ഇടവന്നേക്കാം. വ്യാഴാഴ്ച ഗുണദിനം. അനിഴം നക്ഷത്രം. അപരിചിതരുമായി സുഹൃത്ബന്ധം സ്ഥാപിക്കാൻ ഇടവരും. പ്രവൃത്തികളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഉണ്ടാകാം. രോഗങ്ങളോ രോഗലക്ഷണങ്ങളോ ഉണ്ടാകാനിടയുണ്ട്. ചില അനുഭവങ്ങളിൽ മനസ്സ് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കും. ശനിയാഴ്ച ഗുണദിനം. തൃക്കേട്ട നക്ഷത്രം. പൊതുവെ സമാധാനപരമായ കാലമാണ്. എന്നിരുന്നാലും മനസ്സിന് ആഘാതമേൽക്കുന്ന ചില സംഭവങ്ങൾ പ്രതീക്ഷിക്കാം. അന്യഗൃഹ സന്ദർശനങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. പ്രതീക്ഷിക്കാതെ ചിലവുകൾ വന്നുപെട്ടേക്കാം. തിങ്കളാഴ്ച ഗുണദിനം. മൂലം നക്ഷത്രം. പൊതുവെ ഗുണകരമായ കാലമല്ല. രോഗങ്ങൾ കൊണ്ട് കുറച്ച് വിഷമം അനുഭവിക്കുന്ന കാലമാണ്. ആഗ്രഹിച്ച പുതിയ പദവികൾ തേടിയെത്താൻ യോഗം കാണുന്നുണ്ട്. ബന്ധുക്കളുടെ സമാഗമം സന്തോഷം പകരും. ശനിയാഴ്ച അത്ര ഗുണദിനമല്ല. പൂരാടം നക്ഷത്രം. സന്താനങ്ങളെ കൊണ്ട് സന്തോഷമുണ്ടാകും. സ്ത്രീകൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നത് ഒഴിവാക്കണം. കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാനും മനസ്സന്തോഷത്തിനും ഇടവന്നേക്കാം. തിങ്കളാഴ്ച ഗുണദിനം. ഉത്രാടം നക്ഷത്രം. ഉദരസംബന്ധമായ രോഗങ്ങൾ കരുതിയിരിക്കണം. ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന പദവികളിൽ നിയമനം പ്രതീക്ഷിക്കാം. പ്രേമബന്ധങ്ങളിൽ ഗുണകരമായ അനുഭവം പ്രതീക്ഷിക്കാമെങ്കിലും കലഹത്തെ കരുതിയിരിക്കണം. ബുധനാഴ്ച ഗുണദിനം. തിരുവോണം നക്ഷത്രം. സ്ത്രീകൾ മുഖാന്തരം അപകീർത്തികരമായ പരാമർശം കേൾക്കാനിടവരും. ചെറിയ രോഗങ്ങളോ ദേഹാസ്വാസ്ഥ്യങ്ങളോ ഉണ്ടാകാനിടയുണ്ട്. ജോലിയിലുള്ളവർക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം. പുതിയ വസ്തുക്കൾ കയ്യിൽ വന്നു ചേരാൻ യോഗമുണ്ട്. ശനിയാഴ്ച ഗുണദിനം. അവിട്ടം നക്ഷത്രം. ഉദ്ദേശിച്ച പോലെ ചില കാര്യങ്ങളിൽ വിജയം വന്നു ചേരും. വാദസംബന്ധമായ രോഗങ്ങൾ അലട്ടിയേക്കാം. മനസ്സിന് ദുഃഖവും ആകുലതയും ഉണ്ടാക്കുന്ന സംഭവങ്ങൾ പ്രതീക്ഷിക്കണം. ശനിയാഴ്ച ഗുണദിനം. ചതയം നക്ഷത്രം. ഉദ്യോഗത്തിലുള്ളവർക്ക് ഉയർന്ന പ്രശംസ ലഭിക്കുവാൻ ഇടയുണ്ട്. കുടുംബപരമായ കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ മനസ്സിനെ അലട്ടാനിടവരും. വയറിന് പൊതുവെ അസ്വസ്ഥതകൾ ഉള്ളതായി തോന്നിയേക്കാം. കുടുംബത്തിൽ നിന്നും സഹകരണം ഉണ്ടാവും. ശനിയാഴ്ച ഗുണദിനം. പൂരുരുട്ടാതി നക്ഷത്രം. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാവും. കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകാതെ നോക്കണം. ധനപരമായി കുറച്ച് മെച്ചം പ്രതീക്ഷിക്കാമെങ്കിലും രോഗങ്ങളെ കരുതിയിരിക്കണം. ഞായറാഴ്ച ഗുണദിനം. ഉത്രട്ടാതി നക്ഷത്രം. ദമ്പതികൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. രോഗാദി ഉപദ്രവങ്ങളിൽ നിന്നും മുക്തി ഉണ്ടായേക്കാം. സ്ത്രീകളുമായുള്ള ഇടപാടുകൾ കരുതലോടെ ആകണം. തിങ്കളാഴ്ച ഗുണദിനം. രേവതി നക്ഷത്രം. കോപം നിയന്ത്രിക്കേണ്ടതായി വരും. കുടുംബ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടായേക്കാം. എതിരാളികളുടെ പ്രവർത്തനങ്ങളെ തുറന്നു കാട്ടാനും ശരിയുടെ ഭാഗത്ത് ഉറച്ചു നിൽക്കാനും കഴിയും. ധനപരമായി മെച്ചപ്പെട്ടേക്കാം. തിങ്കളാഴ്ച ഗുണദിനമാണ്. വണിക ജ്യോതിഷാലയം വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് പൊതുവെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും സാമ്പത്തിക പരാധീനതകൾക്കും ബിസിനസ്സിലെ നഷ്ടം എന്നിവകൾക്കും വളരെ കഷ്ടപ്പെട്ട് വ്യാപാര സ്ഥാപനങ്ങൾ നടത്തിയിട്ടും നഷ്ടം മാത്രം സംഭവിക്കുന്ന സാഹചര്യങ്ങൾ, ധനം എത്രയധികം സമ്പാദിച്ചാലും കയ്യിൽ നിൽക്കാതെ നഷ്ടപ്പെടാനുണ്ടാകുന്ന സാഹചര്യങ്ങൾ, നടത്തിക്കൊണ്ടിരുന്ന വ്യാപാര സ്ഥാപനങ്ങൾ പൊടുന്നനെ ക്ഷയിച്ചു പോകൽ, എന്തൊക്കെ ബിസിനസ്സുകൾ ചെയ്താലും രക്ഷപ്പെടാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ
എന്നീ കാരണങ്ങൾക്ക് ജ്യോതിഷപരമായ പരിഹാരം നേരിട്ട് സ്ഥലത്തെത്തി നിർദ്ദേശിക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് നേരിട്ടോ താഴെ പറയുന്ന വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ്. ഇതോടെ ഈ ആഴ്ചയിലെ വാരഫലം ഇവിടെ സമാപിക്കുന്നു.